കേക്കത്തില്ലേ? അതെ. ഇപ്പൊ സംസാരിച്ചൂടെ? ആ ഞാൻ കേൾക്കാറുണ്ട് നിങ്ങളെ വീഡിയോസ് ഒക്കെ. ആ എനിക്ക് തോന്നിയൊരു സംശയം ചോദിച്ചത്, സമയം ഉണ്ടല്ലോ അല്ലേ? ആ നിങ്ങൾ പറഞ്ഞോളി. സമയം നമുക്ക് അതിനായിട്ട് സമയമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞോളി. നിങ്ങളിങ്ങനെ വിമർശിക്കുമ്പം നല്ല മുസ്ലിംസും കൂടി മോശമാവില്ലേ ചെയ്യാ? നല്ല മുസ്ലിംസ് എങ്ങനെ മോശമാണോ എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. മീൻസ് ഇപ്പോഴ് ഇസ്ലാം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നന്മ ചെയ്യുന്നുണ്ടല്ലോ. അല്ല ആയിക്കോട്ടെ, അതിന് നമുക്ക് എതിർപ്പില്ലല്ലോ. മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും നന്മ ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യുന്നുണ്ട്. ഇപ്പൊ നല്ല മുസ്ലിങ്ങളുടെ ഞാൻ പറഞ്ഞത് ഇസ്ലാം ശരിയാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ചോദിക്കുന്നത് ഇസ്ലാം ശരിയാണെങ്കിലും അല്ലെങ്കിലും നല്ലത് ചെയ്യുന്ന മുസ്ലിങ്ങൾ ഉണ്ടല്ലോ എന്നല്ല നിങ്ങളെ ചോദ്യം. നല്ല രീതിയിൽ ജീവിക്കുന്ന അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് പടച്ചവനെ പേടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും അള്ളാഹുൽ വിശ്വസിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഒക്കെ നല്ല മനുഷ്യന്മാരില്ലേ? അതുണ്ട്. പിന്നെന്താ? ഇപ്പൊ നല്ല മുസ്ലിംസും പടച്ചവനെ പേടിച്ചിട്ടുള്ള മുസ്ലിംസും കൂടെ ശരിയല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവര് മോശമാവില്ല. ഇല്ല. എന്താ ഈ പടച്ചവനെ പേടിയുള്ളവര് മാത്രമാണ് ഇസ്ലാമിൽ പറയണ അള്ളാഹിനെ പേടിയുള്ളവര് മാത്രമാണ് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പ്രശ്നം? അപ്പൊ ഒരാള് നന്മ ചെയ്യുന്നു തിന്മ ചെയ്യുന്നു, അത് സമ്മതിച്ചു ഞാന്. അതിന്റെ ആവശ്യമില്ല, മതത്തിന്റെ ആവശ്യമില്ല. ഇപ്പം പടച്ചവനെ പേടിച്ചിട്ടാണെങ്കിലും നല്ല കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ, അതിനെന്താ? അത് പടച്ചവനെ പേടിക്കാതെ ചെയ്യാൻ പറ്റുന്നേ നമ്മൾ പറയണുള്ളേ. അപ്പം ഇപ്പൊ ഈ എന്തിനാ ആളുകൾ എങ്ങനെ പേടിയിൽ കുടുക്കിയിടുന്നത്? പേടിയില്ലാണ്ടായ ആൾക്കാരാണ് നശിച്ചു പോവോ? നിങ്ങൾ പറഞ്ഞത് അതേ ആ ഒരു രീതിയിൽ എടുക്കാൻ പലർക്കും പറ്റില്ല. പലർക്കും പറ്റണം എന്നാണ് നമ്മൾ പറയണത്. അങ്ങനെ ആളുകളെ പേടിപ്പിച്ചിട്ടല്ല ആളുകളെ നല്ല മനുഷ്യന്മാരാക്കേണ്ടത്. ഇതാണ് നമ്മളെ വാദം. പറഞ്ഞ് പേടിപ്പിക്കുക. ഈ പേടി കൊണ്ടല്ലേ മനുഷ്യന്മാര്, ഈ പേടിയും മറ്റു ചില ആഗ്രഹങ്ങളും പരലോകവും സ്വർഗവും വെച്ചിട്ടല്ലേ ഈ അക്രമം പ്രവർത്തിക്കുന്ന ആൾക്കാരും ഇല്ലേ? അപ്പൊ ഈ പേടി വെച്ചിട്ട് നിങ്ങൾ ഈ വിചാരിക്കണ നല്ലത് ചെയ്യണോല് മാത്രല്ല, ഈ അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിശ്വാസവും പേടിയും പിന്നെ പരലോക ജീവിതത്തിൽ ജയിക്കണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ട് മനുഷ്യന്മാരെ ഉപദ്രവിക്കണവരും ഇല്ലേ? അങ്ങനെ ഉണ്ടോ? പിന്നെ ഇല്ലേ? ഈ ലോകത്ത് നടക്കുന്ന ജിഹാദി പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? അവരെന്തിനു വേണ്ടിട്ട് ഈ ജിഹാദൊക്കെ ചെയ്യണേ? അതൊരു വശത്തുണ്ടെങ്കിലും ഇപ്പുറത്തൊരു വശത്തുണ്ടെങ്കിലും നമ്മൾ പറയണ പോയിന്റ് എന്താ? നമ്മുടെ കേരളത്തിൽ തന്നെ സാധാരണക്കാരായ ആളുകളും ഭൂരിഭാഗം മുസ്ലിംസും ഒരു നല്ല ആളുകളാണ്. ഈ പറയുന്ന ഈ മൈന്യൂട്ടായിട്ടുള്ള ആളുകളെ ഉള്ളൂ നിങ്ങൾ പറയുന്ന തീവ്രവാദം. ഭൂരിപക്ഷമായ ആളുകളും പ്രായമുള്ള ആളുകളും ദാനധർമ്മം ചെയ്യുന്നവരും അവര് ഇസ്ലാമിക് തെറ്റോ ശരിയായാലും അവര് നല്ലത് ചെയ്യുന്നത് പടച്ചവനെ പേടിച്ചിട്ടാണെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. അവര് നിങ്ങൾ പറഞ്ഞിട്ട് അതങ്ങനെയല്ല. നിങ്ങളൊരു ഉദാഹരണം പറയും. അതായത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മാത്രം മുസ്ലിങ്ങൾ ചെയ്യാത്തൊരു സാമൂഹ്യ പ്രശ്നം പറയും. മനസ്സിലായില്ല. അള്ളാഹുവിനെ പേടിച്ചിട്ട് പോലെ നന്മ ചെയ്യണത് പിടി. ഒരാൾക്കാർ ഇപ്പൊ ഒരാളെ സഹായിക്കുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അതല്ല ഞാൻ ചോദിക്കുന്നത്, സമൂഹത്തിന് ദോഷം ഉണ്ടാവുന്ന കാര്യങ്ങളിൽ നിന്ന് ആളുകൾ വിട്ടു നിൽക്കുന്നത് എന്ത് പേടിച്ചിട്ടാ? നിങ്ങൾ പറയേ, എന്ത് പേടിച്ചിട്ടാണ്? എന്തൊക്കെ കാര്യങ്ങളിൽ നിന്നാണ്? എന്തൊക്കെ ആളുകൾ മോശമാവുന്നാണ് നിങ്ങളെ വാദം? മതവിശ്വാസം ഇങ്ങനത്തെ ആൾക്കാർക്ക് വിശ്വാസം ഇല്ലാതെ ഓരെങ്ങനെയൊക്കെ മോശമാവും? ഒരാൾക്ക് വിശ്വാസം ഇല്ലാണ്ടായി ഒരാൾ എങ്ങനെ മോശമാവുക? എന്തൊക്കെ തരത്തിൽ ഒരാള് മോശമാവും, നശിച്ചു പോവും? ഇപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അത് നിർത്തും. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തി. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തിയാൽ അയാൾ നശിച്ചു പോകുന്നില്ല. കാര്യങ്ങൾ ചെയ്യുന്നതുണ്ടോ? അയാൾ നിർത്തി. ഞാൻ ചോദിക്കുന്ന ചോദ്യം എനിക്ക് മനസ്സിലായോ? ഒരാള് നശിച്ചു പോകുന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഒരാള് വളരെ മോശമായി പോകുന്നേ, ഒരു ചീത്തയായി പോകുന്നില്ല. പിന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഇപ്പൊ ഞാൻ എന്തിനാ അവരെ സഹായിക്കണം എന്നുള്ള ചിന്താഗതി വരില്ലേ? സ്വാഭാവികമല്ലത്. അല്ല സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് അള്ളാഹുവിനെ പേടിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് സഹായം ചെയ്യണവര് മാത്രമാണോ മനുഷ്യരെ സഹായിക്കുന്നുള്ളൂ? അതല്ല, അങ്ങനല്ല. അല്ല, അങ്ങനെയാണോ? നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്ത? അതായത് ലോകത്തുള്ള ആളുകള് മനുഷ്യരെ സഹായിക്കുന്നവർ മുഴുവൻ സഹജീവികളോടുള്ള സഹാനുഭൂതി കൊണ്ടാണോ പടച്ചവനെ പേടി കൊണ്ടാണോ?
സഹാനുഭൂതി കൊണ്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ കുറഞ്ഞ വിഭാഗമെങ്കിലും മരിച്ചു പോയാൽ ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയല്ലേ? അങ്ങനെ ചെയ്തോണ്ട് അതിന് കുഴപ്പമില്ലേ? അതിന് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. അത് വിചാരിച്ചിട്ട് ഇസ്ലാമിന്റെ ഈ പുഴുത്ത് നാറിയ ഈ പിന്നെ മതനിയമങ്ങളൊക്കെ നമ്മൾ മിണ്ടാതെ മറച്ചു വെക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. മിണ്ടാതെ അതല്ല ഞാൻ പറഞ്ഞത്. അതിനുള്ള ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാലിൽ ഒരു പുഴു, നിങ്ങൾക്ക് കാലിൽ ഒരു മുറിവുണ്ടായി, ഒരു മതം ഒരു മനുഷ്യൻ വിട്ടുന്ന് വിചാരിച്ചിട്ട് നന്നാവണമെന്നില്ല. മതം വിട്ടു വെച്ചിട്ട് ഒരാൾ മോശമാവോ? ഇല്ല. പിന്നെന്താ മതം? പിന്നെ മതത്തിനെ വിമർശിക്കുന്നത് നമ്മുടെ കേരള സമൂഹത്തിലെ മുസ്ലിംസിന് നിങ്ങൾക്ക് മനസ്സിലാവണ കോലത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാവണ കോലത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്ക് മനസ്സിലായിക്കാം. ഈ നിങ്ങൾക്ക് മനസ്സിലാവണ കോലത്തിൽ പറഞ്ഞുതരാം. ഒരാളുടെ മതവിശ്വാസം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് അയാൾ കൊലപാതകിയാവോ? ഇല്ല. അയാള് മോഷ്ടാവോ? ഇല്ല. അത് പലരും അത് ആളുകൾക്ക് അനുസരിച്ചിരിക്കും. ആളുകൾക്ക് അനുസരിച്ചിരിക്കും. കറക്റ്റ് നിങ്ങൾ പറഞ്ഞ ആളുകൾക്ക് അനുസരിച്ചിരിക്കും. ഇനി കേട്ടോ ഒരാള് വിശ്വാസിയാണ് എന്നതുകൊണ്ട് മോഷ്ടിക്കാതിരിക്കുമോ? വിശ്വാസിയാണ് എന്നുള്ളത് കൊണ്ട് മോഷ്ടിക്കാതിരിക്കുമോ? ഒരാള് മുസ്ലിമാണ് എന്നതുകൊണ്ട് ഒരാളെ കൊലപ്പെടുത്തൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? അതൊന്നുമില്ല. അതൊക്കെ ശരിയെന്ന് നിങ്ങൾ പറയണത്. അപ്പൊ കഴിഞ്ഞു, ആ കഥ അവിടെ കഴിഞ്ഞു സുഹൃത്തെ. അതല്ല, അതായത് നിങ്ങൾ ഈ പറയുന്ന ന്യായം. ഇനി മതം എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്ന രീതിയിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാളും മതം പ്രവർത്തിക്കുന്നത് ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയായിട്ടാണ്. ആ സാമൂഹ്യ വ്യവസ്ഥിതിയായിട്ട് നിൽക്കുമ്പോൾ പറയട്ടെ, നിങ്ങൾ കേട്ടോളി. ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയായിട്ട് നിൽക്കുന്ന മതം, ആ മതം മനുഷ്യരുടെ എല്ലാ സാമൂഹ്യ ഇടപെടലുകളിലും സ്വാധീനം ചെലുത്തും. ഇപ്പൊ നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറയുന്നു. ഇപ്പൊ മാത്രല്ലല്ലോ, ഒരാള് മതത്തിന്ന് മാറി വിചാരിച്ചിട്ട് നന്നാവണമെന്നില്ലല്ലോ. മതത്തിന്ന് മാറി നന്നാവുന്ന എങ്ങനെയാന്ന് ഞങ്ങൾക്ക് ആധുനിക സംസ്കാരമുണ്ട്. അതോ എല്ലാം മതത്തിന്നല്ലല്ലോ കിട്ടുന്നത്. അതാ ഞാൻ ഈ പറഞ്ഞത്. പിന്നെ എവിടോ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. മറ്റേ യൂറോപ്പിലെ ഏതോ ഒരു ആപ്പിൾ ഫാമിന്ന് ആപ്പിൾ എടുത്തിട്ട് പുറത്ത് ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കാശിയർ ആരുമില്ല. അതിന്റെ തൂക്കം നോക്കിയിട്ട് വേണ്ടവർക്ക് ഇടാം. പക്ഷെ ആരും ഇടാതെ പോയിട്ടില്ല. ആ ഒരു സംസ്കാരമാണ് വേണ്ടത്. അതിനുള്ളൊരു പക്വത ആയിട്ടില്ല. അതിനുള്ള ടൈം ആയിട്ടില്ല എന്നാ പറഞ്ഞത്. ആത്മഹത്യപരമാണ്. അതാണ് മതം ഉപേക്ഷിച്ചിട്ടല്ല. അതാവുന്നത് വരെ ഈ മതം ഇങ്ങനെ നിക്കട്ടെ എന്നാണ് നിങ്ങളെ വാദം. നിക്കട്ടെ എന്നല്ല, അതിനെ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം. ആരാ അടച്ചാക്ഷേപിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെയാണ്. അതായത് മതം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടോ, നിങ്ങൾ ഇത്ര നേരം പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ നൈസർഗികമായിട്ടുള്ള വാസനകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കലാപരിപാടിയല്ല. ഒരു ഉദാഹരണത്തിന് സഹജീവികളോട് സഹാനുഭൂതി ഉണ്ട്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന് മനസ്സുള്ള ഒരു മനുഷ്യൻ, ഓന് ഹിന്ദു ആയാലും സഹായിക്കും, മുസ്ലിം ആയാലും സഹായിക്കും, ക്രിസ്ത്യാനി ആയാലും സഹായിക്കും, മതമില്ലാത്തവനായാലും സഹായിക്കും. ഓക്കെ. അതിന് അവരുപയോഗിക്കുന്ന മോട്ടീവ് ചിലപ്പോൾ പലതായിരിക്കും. അവരുദ്ദേശിക്കുന്ന വഴികൾ പറയട്ടെ സുഹൃത്തെ. ഇനി മതം എങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതായി പറയണതേ. ഇനിയിപ്പോ മുസ്ലിം ആയ ഒരാളാണ് എന്ന് വിചാരിക്കുക. ഈ മതം എങ്ങനെയാണ് മനുഷ്യരെ മോശമാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ സഹാനുഭൂതിയുള്ള മനുഷ്യരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് സക്കാത്ത് എന്ന രൂപത്തിൽ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിക്കുകയാണെന്ന് വിചാരിച്ചു. ഈ സക്കാത്ത് കൊടുക്കുമ്പോൾ അയാള് ഏറ്റവും പ്രാഥമികമായിട്ട് നോക്കേണ്ട കാര്യം എന്താ? ഇത് കിട്ടുന്നവൻ മുസ്ലിം ആണോ നോക്കണ്ടേ? ഇനി മുസ്ലിം അല്ലാത്ത ഒരാള് ആപത്തിൽ കുടുങ്ങിയ ഒരു മനുഷ്യനെ സഹായിക്കുമ്പോൾ അവന്റെ മതം നോക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഇതാണ് മതത്തോട് കൂടി ചെയ്യുന്നതും മതമില്ലാതെ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു നന്മയും ഇല്ല. അതായത് ഒരാളുടെ നൈസർഗികമായിട്ടുള്ള സഹായ വാസനയിൽ പോലും മതം എന്ന് പറയുന്ന സാധനം കേറുന്നതാണ് മതം കൊണ്ടുണ്ടാവുന്ന സാമൂഹ്യ തിന്മ. എനിക്കറിയാം. എന്റെ 1-2 സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ അറിവാണ്. അവർ നടത്തുന്ന ഒരു ഓർഗനൈസേഷനില്, അതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതില് ഒരു സഹായം ആളുകൾക്ക്, ഈ പാവപ്പെട്ട ആളുകളെ ചികിത്സ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്.
ആ ഓർഗനൈസേഷനിൽ പണം കൊടുക്കുന്നതിൽ എല്ലാത്തരം മനുഷ്യന്മാരുണ്ട്. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, മതമില്ലാത്തവരുണ്ട്, മതമില്ലാത്തവരും കൂടി ഉൾപ്പെടുന്നതാണ് ആ സംഘടന. ഞാൻ പറയുന്നത് അതിൽ പണം കൊടുക്കുന്ന ചില വിശ്വാസികൾ മുസ്ലിങ്ങളിൽ നിന്ന് മാത്രമാണ് അവരത് അനുഭവിച്ചിട്ടുള്ളതെന്ന് മുസ്ലിമായ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർ കൊടുക്കുമ്പോ പറയും ഇതൊരു മുസ്ലിമിന് കൊടുക്കണം കേട്ടോ. അറ്റ്ലീസ്റ്റ് അത് മുസ്ലിംസിനെങ്കിലും ഇത് നിങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നത്, ഇത് നിങ്ങൾ അത് തെറ്റാണ്. ഒരു മനുഷ്യനെ സഹായിക്കാൻ ഞാൻ പറയാം. ഈ മനുഷ്യൻ ഉപകാരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് കാര്യമില്ല. ഇനി പറഞ്ഞു അത് എവിടേക്കാണ് നിങ്ങൾ പോണത്? നിങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോ നിങ്ങൾ മനസ്സിലാവായിട്ടല്ല, നിങ്ങൾക്ക് അത് അസ്വസ്ഥ വരാണ്. ഞാൻ ചോദിക്കുന്നത് ആ മനുഷ്യൻ ഇത് നിർബന്ധിതമായ ഒരു സാധനമല്ല. ഈ ചാരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട സാധനമല്ല. മനസ്സിലായോ? അവര് നടത്തുന്ന ഒരു സംവിധാനത്തിൽ സ്വമേധയാ ആളുകളെ സഹായിക്കാൻ മനസ്സുള്ള മനുഷ്യർ, അവരാണ് എല്ലാവരും. അതിലില്ല ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഒക്കെ. പക്ഷെ അവിടെ ഈ ഫിൽട്ടർ ഇടുന്നവൻ മുസ്ലിമാണ്. എന്തുകൊണ്ട്? അത് ഈ മതം ഈ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ്. പറയട്ടെ മതം മനുഷ്യനെ പ്രാഥമികമായിട്ട് വിശ്വാസി, അതായത് മുസ്ലിം അമുസ്ലിം എന്ന ഫിൽട്ടറിലൂടെ മനുഷ്യരെ കാണാൻ പ്രേരിപ്പിക്കുന്നു. അത് സാമൂഹ്യ തിന്മയാണ്. അത് മനുഷ്യത്വ വിരുദ്ധമായിട്ട് പ്രത്യയശാസ്ത്രമാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഓക്കെ, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് പറയും. ഒന്ന്. രണ്ടാമത്തെ ഒരു പോയിന്റ്, മതത്തിന്റെ ഒരു വ്യക്തിയുടെ ഈ പറഞ്ഞ നൈസർഗികമായിട്ടുള്ള കാര്യങ്ങളോ ഒരു വ്യക്തിയുടെ ആരാധന, അപ്പൊ നിസ്കാരം, നോലുമ്പോ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഈ മതത്തിന്, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് ഈ മതം മാത്രമാണ് ശരി, ബാക്കി എല്ലാം തെറ്റാണ്, തിന്മയാണ് എന്നുള്ള വിശ്വാസമല്ലേ? അതുപോലെ വയലു പറയുന്നില്ലേ? ഒരു മിനിറ്റ്. അതുപോലെ വയലു പറയുന്നില്ലേ? അതുപോലെ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യുന്നില്ലേ? ഇന്ത്യയില് എല്ലാ മനുഷ്യരും ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് സ്റ്റേജുമ കയറി എന്നിട്ട് മലയാളത്തില് അമ്പലത്തിന് പിരിവ് കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞിട്ടില്ലേ മൊലിയര്? അതുകൊണ്ട് ഈ ഇതൊക്കെ മനുഷ്യന്മാര്, അതൊക്കെ ആ മൊലിയരും കൊണ്ട് പറയിപ്പിച്ചത് ഈ മതല്ലേ? ഈ മതത്തിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. ഈ മതം ഒരു സാമൂഹ്യ തിന്മയാണ്. അതറിയാവുന്നത് കൊണ്ട് അത് നമ്മൾ വിമർശിക്കും. മറ്റേ നിങ്ങൾ പറയണത് എന്താ അറിയോ? ഇപ്പൊ കാലില് ഒരു മുറിവ് വന്നു, ഒരു കുരു വന്നു, അതിൽ പുഴു വന്നു, മനസ്സിലായോ? ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് മുറിച്ചു മാറ്റണം, ഈ കാല് മുറിച്ചു മാറ്റണം. അപ്പൊ മറ്റേ വേറൊരാൾ, അയലോക്കത്തെ ഒരാൾ പറഞ്ഞു അത് മുറിച്ചു മാറ്റിയ പിന്നെ എനിക്ക് നടക്കാൻ പറ്റൂല, ആ കാലം എനിക്ക് നടക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, ഈ ഒരു കാര്യം ചെയ്യേ, അതിന്റെ മുകളിൽ കുറച്ച് പഞ്ഞിക്കെട്ടൊക്കെ വെച്ച് നല്ല അമർത്തി കെട്ടി വെച്ചാൽ എനിക്ക് നടക്കെങ്കിലും ചെയ്തൂടെ എന്ന് ചോദിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. മതത്തില് മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ വിശ്വസിച്ചിട്ടാണെങ്കിലും അത് അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ കഥ അറിയാണത്. അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ കഥ അറിയോ? അതൊക്കെ അതുകൊണ്ട് ഹദീസിലെ നിങ്ങൾ എന്താ ഇത് കേൾക്കാത്ത? അതായത് മുഹമ്മദ് നബിയെ, ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ മുഹമ്മദ് നബിയെ വെല്ലുവിളിച്ചതിന്റെ പേരിൽ സ്വന്തം വാപ്പാന്റെ തല ഫുട്ബോൾ പോലെ പറന്നതിനെ ഇന്ന് ഈ നൂറ്റാണ്ടിലും വൈകാരികമായിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് ഉൾക്കൊള്ളുന്ന മുസ്ലിയാക്കന്മാരില്ലേ? അത് നാട്ടുകാരോട് പറയുന്നില്ലേ? ഒരു മനുഷ്യന്റെ കൈയും ഞാൻ പറഞ്ഞുതരാം, ജോസഫ് മാഷിന്റെ കൈ ഇല്ല. അങ്ങനെ നിങ്ങൾ സെലക്റ്റീവ് സുഹൃത്തെ, മതത്തിന് അതിന്റെ സമഗ്രതയിലാണ് പരിശോധിക്കുക. ഇത് പറയാൻ പറ്റുള്ളൂ. എങ്ങനെ പറയാനുള്ള ഒരു അവസ്ഥ വന്നിട്ടില്ല. എങ്ങനെ ഈ അവസ്ഥ വരികയെന്നാണ് ചോദിക്കണത്? എങ്ങനെ ഈ അവസ്ഥ വരിക? പല ഘടകങ്ങളുണ്ടല്ലോ. എന്ത് ഘടകങ്ങള്? അതിലൊരു പ്രധാന ഘടകമാണ് യൂറോപ്പ് എന്തോ മഹത്തരമാണെന്നുള്ള ചിന്ത ഒന്നും നമുക്കില്ല. നമ്മളെ സംബന്ധിച്ച് മനുഷ്യർ മാനവികമായിട്ടുള്ള ഒരു മൂല്യത്തിലേക്ക് വരിക. ജനാധിപത്യവും മാനവികതയൊക്കെയാണ് ഇന്നുള്ളതിൽ നമുക്ക് ഒരു സംസ്കാരമായിട്ട് സ്വീകരിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സംസ്കാരം. അതിലും പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ട്. അതിൽ ഇനിയും കുറെ മാറ്റങ്ങൾ വരുത്തണം. കുറെ കൂടി നമ്മൾ ഇതിനെ നല്ലതാക്കണം. മനസ്സിലായോ? ഇതിങ്ങനെ ചിന്തിച്ചു പോണതിന്റെ ഇടയിൽ ഈ മതങ്ങൾ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ടതും മനുഷ്യർക്ക് ഉപകാരമില്ലാത്തതും ഒരു തരത്തിലും ഇത് നിലനിൽക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള പ്രത്യയശാസ്ത്രം, ഇസ്ലാമിന്റെ തീവ്ര നിലപാടുള്ളത്. അതിനല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ ഒരാൾ നിസ്കരിക്കുന്നു, ഒരാൾ നോലുമ്പ് വിൽക്കുന്നു, ഒരാൾ ആരെങ്കിലും സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് കൊടുക്കുന്നു, ഇതൊന്നും നമ്മളെ വിഷയമല്ല. പക്ഷെ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത് ശാസ്ത്രമാണെന്നും ഇത് മാത്രമാണ് വലിയ മുന്തിയ സാധനമെന്നും ഇതല്ലാത്തതൊക്കെ തിന്മയാണെന്നും പറയുന്നതിനെതിരെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ അവകാശവാദങ്ങൾക്കെതിരാണ് സംസാരിക്കുന്നത്.
അത് തെറ്റാണ്. അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം വന്ന വെല്ലുവിളി ഒരു മൊയ്ലിയാര് വെല്ലുവിളിച്ചാണ് ഇസ്ലാമിൽ വർഗീയത പറയുന്ന, ഖുർആനിൽ വർഗീയ പരാമർശമുള്ള ഒരു വചനെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നിങ്ങളെ കാഴ്ചപ്പാടിലുണ്ടോ? അതൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, ഉണ്ടോ? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഖുർആനിൽ വർഗീയത ഉണ്ടോ? വർഗീയത സ്വാഭാവികല്ലേ? ഇല്ലേ? എന്തായാലും മതങ്ങൾ വർദ്ധിച്ച് എങ്ങനെയാലും ഉണ്ടോ? ഒന്നൊന്നിനും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഈ സാമൂഹ്യ മാറ്റമൊക്കെ ഉണ്ടാവണമെങ്കിൽ പല ആളുകളും വിചാരിക്കണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ 90% എന്ന് പറഞ്ഞ മുസ്ലിങ്ങളില് 90% വിചാരിക്കുന്നത് ഈ മതം എന്തോ മഹാ നന്മയാണെന്നാണ്. ഈ ദാനധർമ്മങ്ങൾ കൊടുക്കുമ്പോ സമയത്ത് പോലും അതിൽ ജാതി മതം തിരയുമ്പോ അതൊരു പുണ്യകർമ്മമായിട്ടാണ് അവർ കാണുന്നത്. അതിന് കൂലി കൂടുതൽ കിട്ടാൻ, മുസ്ലിമിന് കൊടുത്താൽ കൂടുതൽ കൂലി കിട്ടും എന്നുള്ളത്. അത് ഒരു മിനിറ്റ് ഇല്ല, അതല്ലേ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. ഈ കൊടുക്കാൻ മനസ്സുള്ളവന് വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിൽ കൊടുക്കും. വിശ്വാസത്തിന്റെ ഫിൽറ്റർ വെക്കുമ്പോ അതിനുള്ള പക്വത ആയിട്ടില്ല ഞാൻ പറയുന്നത്. അത് നമ്മൾ തീരുമാനിക്കല്ലോ. ആളുകളുടെ ആ പക്വതയിലേക്ക് ആളുകൾ വരണല്ലോ. ആയിട്ടില്ല. ആയിക്കോട്ടെ, അതാക്കാനുള്ള പണി മതക്കാരെടുത്തോട്ടെ. ആ മെച്യൂരിറ്റി ആക്കാനുള്ള പണി മതം ഒഴിവാക്കൽ മാത്രമല്ല ഉദ്ദേശിച്ചത്. അത് ഈ മതം വെറുതെ ഞാൻ ചോദിക്കണതേ, നിങ്ങൾക്ക് ഈ മതത്തിന് യുക്തിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പേരൻസിനെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇതാക്കേണ്ടത്? വ്യക്തിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ യുക്തിപരമായിട്ട് പറഞ്ഞുതരാം. അവര് ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ വിടർന്നു, അത്രേ ഉള്ളൂ. അപ്പൊ മാതാപിതാക്കളെ സംരക്ഷിക്കലും ഒരു മിനിറ്റ് മാതാപിതാക്കളെ സംരക്ഷിക്കല് മതപരമായ മൂല്യമാണെന്നും അത് യുക്തിപരമായി നോക്കിയാൽ അതിന് ഒരു താല്പര്യം എന്താ പറയാ, അതിന്റെ അർത്ഥമല്ല എന്നല്ല നിങ്ങൾ പറഞ്ഞ വാദം. ഞങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ മക്കളെ പ്രസവിച്ചിട്ടിട്ട് അവിടെ ഉപേക്ഷിച്ച് പോയാലല്ലേ ശരിക്കും അതിന്റെ യുക്തി? നിങ്ങൾ പറഞ്ഞ കണക്കാണെങ്കിൽ അല്ലേ? മതം ഉണ്ടായിട്ടാണോ മതം ഉണ്ടായതിനു ശേഷമാണോ മനുഷ്യര് പ്രസവിക്കുന്നതും കുട്ടികളെ വളർത്തുന്നതും തുടങ്ങിയത്? ആണോ? സ്വാഭാവികമായിട്ടുള്ള നന്മകൾ പറഞ്ഞത് മനുഷ്യത്വം അതേ സാധനം. അതായത് ഒരു മിനിറ്റ് ഒരു വാപ്പയും ഉമ്മയും അല്ലെ ഒരു ആണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അതിലൊരു കുഞ്ഞ് ജനിക്കുമ്പോ ആ ഗർഭകാലത്ത് ആ സ്ത്രീ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിക്കുന്നതും ആ ഭർത്താവ് പറയട്ടെ സ്വാഭാവികമായിട്ട് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ ഭർത്താവ് കുഞ്ഞിനെയും ഈ സ്ത്രീയുടെയും ആരോഗ്യം നോക്കി അവർക്ക് ഫുഡും അവർക്ക് സൗകര്യങ്ങളും ഒരുക്കി ഭർത്താവ് അവരെ സംരക്ഷിക്കുന്നതും ഈ കുഞ്ഞിനെ വേദന അനുഭവിച്ച് ഈ സ്ത്രീ പ്രസവിക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രയാസങ്ങളും ഈ കുഞ്ഞിനെ പൊന്നുപോലെ ഇവർ പോറ്റി വളർത്തുന്നതും മനുഷ്യരാശി ഉള്ള കാലം മുതൽ എല്ലാ ജീവികളും ചെയ്യുന്നതും മനുഷ്യർ ചെയ്യുന്നതുമാണ്. അത് നൈസർഗികമാണ്. ഒരു മിനിറ്റ് ഇത് ദൈവം പഠിപ്പിച്ചതുകൊണ്ട് ഉണ്ടാവണതല്ല. ഇതേ നൈസർഗികമായ ഇതേ ജൈവികമായിട്ടുള്ള സാധനം തന്നെയാണ് സ്വന്തം മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും കൂടപ്പറപ്പുകളെയും സ്നേഹിക്കലും സംരക്ഷിക്കലും. അതും നൈസർഗികമാണ് കേട്ടോ. അത് യത്തീംഖാനകൾ കൂടുതൽ ഏത് സമൂഹത്തിലാ? യത്തീംഖാനകൾ നന്മയും പറയട്ടെ അതേ അതിനേക്കാൾ ഭീകരാണ്. ഞാൻ പറഞ്ഞുതരാം. യത്തീംഖാനകൾ കൂടുതൽ നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്ക്. എന്നെ പറയാം. യത്തീംഖാനകൾ കൂടുതലാകുന്നത് നന്മയും വൃദ്ധസദനങ്ങൾ കുറയുന്നത് കൂടുതലാവുന്നത് മോശമാവുന്നത് എങ്ങനെ? നിങ്ങളൊന്ന് പറഞ്ഞിട്ട് കേക്കട്ടെ. നിങ്ങൾ പറഞ്ഞേര്. വ്യത്യാസമുണ്ടല്ലോ. എന്താ വ്യത്യാസം? നിങ്ങൾ പറഞ്ഞേര്. അവിടെ വ്യത്യാസം പറഞ്ഞേ. എന്റെ ചോദ്യം മനസ്സിലായല്ലോ? ഞാൻ ചോദ്യം മനസ്സിലായല്ലോ. അനാഥാലയങ്ങൾ ഭയങ്കരമായിട്ടുള്ള അഭിമാനത്തോടെ വിളിച്ചു പറയുകയും വൃദ്ധസദനങ്ങൾ എന്തോ മോശം കാര്യമാണെന്ന് പറയുകയും ചെയ്യുന്നതിന്റെ യുക്തി എന്താണ്? നിങ്ങളെ യുക്തി എന്താന്ന് പറഞ്ഞേ. എന്താണ്? അപ്പം മരിച്ചു പോയാല് മരിച്ചു പോയാല് സമൂഹത്തിന് ഉത്തരവാദിത്വമൊന്നുമില്ല. സമൂഹത്തിന് ഉത്തരവാദിത്വം എങ്ങനെ ഏറ്റെടുക്കുക?
എന്താ അതുപോലാണ് ഇത്. എന്താ എന്താ വ്യത്യാസം നിങ്ങൾ പറയും? എന്താ മാതാപിതാക്കള് സമൂഹം ഏറ്റെടുത്ത് എവിടെയാണ് കൂടുതൽ സുരക്ഷിതത്വം സംരക്ഷണം ആവശ്യമുള്ളത്? എവിടെയാണ് കൂടുതലായിട്ടുള്ള രക്ഷകർത്തൃത്വം ആവശ്യമുള്ളത്? വാർദ്ധക്യത്തിലാണോ ചെറിയ പ്രായത്തിലാണോ? ആ കുട്ടികളെ നിങ്ങൾ അല്ല 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 വാർദ്ധക്യത്തിലല്ല. ആളുകൾക്ക് സൂക്ഷ്മമായിട്ടുള്ള പരിരക്ഷയും സൂക്ഷ്മമായിട്ടുള്ള പരിചരണവും മാനസികവും അല്ലാതെയുമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള സ്ഥലം ബാല്യമാണ്, അല്ലേ? ആ ബാല്യത്തിലുള്ള കുട്ടികളെ ആ ബാല്യത്തിലുള്ള കുട്ടികളെ നിങ്ങൾ ആട്ടുംകൂട് പോലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു റൂമിൽ 5 or 6 കുട്ടികളെ താമസിപ്പിച്ചിട്ട് ആ കുട്ടികളെ ഫോട്ടോയും വെച്ചിട്ട് നാട് നീളെ പിരിവ് നടത്തുന്ന മുസ്ലിങ്ങൾക്ക് വൃദ്ധസദനങ്ങൾ പിന്നെ ഇസ്ലാമിൽ കുറവാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കാൻ എന്ത് വകയുള്ളത്? നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കൊണ്ടു. മനസ്സിലായോ? ഇനി എന്തുകൊണ്ടാണ് മതത്തിന്റെ കാരണം പറഞ്ഞുതരാം. പറഞ്ഞുതരാം. ഈ പിന്നെ മതം ഉണ്ടാക്കിയ ഒരു ഫിത്നയിൽ നിന്നാണ് യത്തീംഖാനകൾ ഉണ്ടായത്. എന്താ ഫിത്ന എന്നറിയോ നിങ്ങൾക്ക്? ആ ഫിത്ന എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ്. എന്താ പറയാ, ഈ ദത്ത് സമ്പ്രദായം. ദത്ത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അതുകൊണ്ടാണ് അനാഥാലയങ്ങൾ ഉണ്ടായത്. ഇനി ഇതൊക്കെ ഇപ്പൊ രക്ഷിതാക്കളെ സംബന്ധിച്ച് വാർദ്ധക്യത്തിലെത്തിയ ആൾക്കാര് അവരെ സംരക്ഷിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും കേരളത്തിൽ വൃദ്ധസദനങ്ങളില്ല. അതുകൊണ്ട് മുസ്ലിം വീടുകളിലുള്ള ഉമ്മമാരും വാപ്പമാരും ഒക്കെ ഭയങ്കര ഹാപ്പി ലൈഫാണ് എന്നാണ് നിങ്ങളെ വാദം? ഇല്ല, ഇത് മതപരമായ ഒരു ബാധ്യത കൊണ്ട് പറഞ്ഞുതരാം. മതപരമായ ബാധ്യത ആണല്ലോ എന്ന് വിചാരിച്ച് പ്രാഗി പറഞ്ഞ് തന്തനെയും തള്ളനെയും എട്ടങ്ങറാക്കുന്ന മക്കളങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ. ഒരു 100 നിങ്ങളിന്റെ കൂടെ വരും. അതിനേക്കാളും നല്ലത് ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ആളുള്ള, ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള, ഇവർക്ക് താമസിക്കാൻ സൗകര്യം, ചികിത്സിക്കാനും എല്ലാ സൗകര്യങ്ങളുള്ള, നിങ്ങൾ ഈ പിന്നെ റിട്ടയർമെന്റ് ലൈഫ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ പുതിയത് കണ്ടിട്ടുണ്ടോ പുതിയ കാലത്ത്? അവിടെ കൊണ്ടുപോയി കൊടുത്താല് ഈ അമ്മേനെയും അച്ഛനെയും നോക്കാൻ പൈസക്ക് ചെലവുണ്ട്. ആ പൈസ ചെലവാക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് തന്തനെയും തള്ളനെയും വീട്ടിൽ പൂട്ടിയേണ്ടി വരുന്നത്. മനസ്സിലായോ? ഇനി വേറെ അതിന്റെ ലോജിക്ക് പറഞ്ഞുതരാം. ഇനി അതിന്റെ ഒരു നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് ചോദിക്കാണ്. ഒരു മനുഷ്യന് ഇപ്പൊ നമ്മളെ കൂടെ ഉമ്മയും വാപ്പയും ഉണ്ടെങ്കിൽ അവരെ നോക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ പൈസയും ചെലവാക്കും, ഇല്ലേ? അവരെ ചികിത്സക്കും. ലോകത്ത് മുസ്ലിങ്ങളല്ലാത്തവരും അമ്മേനെയും അച്ഛനെയും സംരക്ഷിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? വൃദ്ധസദനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ പഴയ കൺസെപ്റ്റില്, അതായത് അനാഥരാക്കപ്പെടുന്ന, ഇതേപോലെ മക്കളൊന്നും ഇല്ലാതെ മക്കള് ജനിച്ച് മീൻസ് കല്യാണം കഴിക്കാത്തത് കൊണ്ടോ മക്കളില്ലാത്തത് കൊണ്ടോ ഇനി അല്ലെ മക്കൾ ഉപേക്ഷിച്ചത് കൊണ്ടോ ഇതെന്ത് കാരണം കൊണ്ടും അനാഥമാക്കപ്പെടുന്ന വാർദ്ധക്യങ്ങള് പണ്ട് താമസിച്ചിരുന്ന എന്താ പറയാ, ഈ ഇങ്ങനത്തെ ആതുരാലയങ്ങളാണ് അനാഥാലയങ്ങളായിട്ട് നിങ്ങൾ പണ്ട് പറയുന്നത്. മീൻസ് ഈ പറയുന്ന വൃദ്ധസദനങ്ങൾ എന്ന് പറയുന്നത്. കാലമൊക്കെ മാറി, ഇപ്പൊ റിട്ടയർമെന്റ് ഹോമുകളാണ്. സ്വമേധയാ വാർദ്ധക്യത്തിലെത്തുന്ന ആൾക്കാര് അവരുടെ റിട്ടയർമെന്റ് ലൈഫ്, അവർക്ക് സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവിധ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളില് നല്ല പൈസ ചെലവാക്കിയിട്ട് അതിനുവേണ്ടി പദ്ധതി ഇട്ട് അങ്ങനത്തെ ജീവിതം തെരഞ്ഞെടുക്കുന്നവരാണ് കൂടുതലും ആൾക്കാര്. അതൊക്കെ ഈ കാലത്ത് വന്നാൽ ഇതുവരെ അത് പോസിറ്റീവ്, അത് നല്ലതാണോ ചീത്തയാണോ? അല്ല, അത് നല്ലതാണ്. ഇത്രയും കാലം മാതാപിതാക്കളെ ഈ ഒരു വിശ്വാസം കൊണ്ട് മാത്രമേ സംരക്ഷിച്ചു പോകുന്നത്. അല്ലാന്നേ, അന്നത്തെ കാലത്ത് എന്തൊരു കഷ്ടമാണ് ഈ വിശ്വാസം കൊണ്ടാണ് ഇതൊക്കെ. എന്താ പറയുക, വിവരക്കേട് കൊണ്ട് പറയാണ്. അതായത് നിങ്ങളെ വാദം, നിങ്ങളെ പോയിന്റുകളൊക്കെ പൊളിഞ്ഞു. അതായത് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് യുക്തിയല്ല, ഉപേക്ഷിക്കലാണ് യുക്തി എന്ന് പറഞ്ഞ നിങ്ങള്, ഇതേ യുക്തി പ്രസവിച്ചിട്ട കുഞ്ഞിന്റെ മുകളിൽ ഈ അമ്മ പ്രയോഗിച്ചാൽ ഈ മനുഷ്യരാശി ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടാവോ? നിങ്ങൾ പറയും. ഉണ്ടാവൂല. അപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞ പോയിന്റ് എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ പറയുന്നത്
എന്തെങ്കിലുമൊക്കെ നന്മ ഇതും കൊണ്ട് നടക്കുന്നുണ്ടാവൂലേ, അതുകൊണ്ട് അതൊക്കെ അതെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്നല്ല നിങ്ങളെ വാദം? അതെ, ഒരു വിശ്വാസം കൊണ്ട് നല്ലത് ചെയ്യുകയാണെങ്കിൽ ആ വിശ്വാസം കൊണ്ട് ഈ നല്ലതിനേക്കാളും കൂടുതൽ മോശമാവാനും ചാൻസ് ഉണ്ട് എന്നാ ഉദ്ദേശിച്ചത്. എങ്ങനെ മോശമാവും? അത് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. മോശമാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ഒന്നിനും പേടില്ല ആളുകളുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനും പേടില്ല, ഒന്നുമില്ല. ആൾക്കാര് പടച്ചോനെ പേടിയുള്ളതുകൊണ്ട് മുകളിലൊരാള് കാണുന്നുണ്ട് എന്നുണ്ട് വഴി മാറി നടക്കുന്ന ആളുകളുണ്ട്. നല്ല ജീവിതം നയിക്കുന്നത്. അങ്ങനത്തെ ഒരാൾക്ക് പഠിച്ചാൽ ഒരു എക്സാമ്പിൾ അങ്ങനത്തെ കേസില് ഇതൊന്നും ഇതൊക്കെ നിങ്ങൾ പറയുന്ന വാദങ്ങൾ മുഴുവൻ അബദ്ധമാണ്. എന്താണ്? ഒരു പണവും പ്രശസ്തിയുള്ള ഒരു വ്യക്തി, ഒരു അത്യാവശ്യം നല്ല ഒരു പൊളിറ്റിക്സിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ ആള് ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു വിശ്വാസിയാണെങ്കിൽ അയാള് ഒന്നില്ലെങ്കിൽ മരിച്ചു പോയാലെങ്കിലും ശിക്ഷ കിട്ടുന്നുള്ള ഭയത്തിൽ. ഇതാണോ നിങ്ങൾ വിശ്വാസം ഒരു മനുഷ്യന് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന വ്യക്തി? അല്ല, വിശ്വാസം നല്ലതെന്ന് ഇല്ല, ഞാൻ ഇപ്പത്തെ കറന്റ് ഇതാ ഉദ്ദേശിക്കുന്നത്. അത് മുഴുവൻ തെറ്റാണ്. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഈ വിശ്വാസത്തിന്റെ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ പേടിക്കണം. എങ്ങനെ? പേടില്ല. ഒരു പണമുണ്ട്, സ്വാധീനമുണ്ട്, അധികാരമുണ്ട്. ആ വ്യക്തി എന്തിന് നന്നായിട്ട് ജീവിക്കണം ഇവിടെ? അങ്ങനത്തെ എത്ര ആൾക്കാരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതിന്റെ ഇരട്ടി ആൾക്കാരെ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു വിശ്വാസിയാണെങ്കിൽ മരിച്ചു പോയാലെങ്കിലും ശിക്ഷ ഉണ്ട് എന്നുള്ള ഒരു പേടി ഉണ്ടാവില്ല. അങ്ങനെ കൊണ്ട് കാര്യമില്ലാന്നാണ് ഈ പറയണതേ. അത് വർക്കാവുന്നില്ല, അത് വർക്കൗട്ട് ആവുന്നില്ല. ഞാൻ തെളിവ് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു തരാം സുഹൃത്തെ. ഇതെന്താണെന്നറിയോ? നമ്മുടെ കയ്യിലുള്ള സാധനം ഇങ്ങനെ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതക്ക് ഒരു കാരണം കണ്ടെത്തുകയാണ്. ഒന്ന്, സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള നിയമവ്യവസ്ഥയ്ക്ക് കീഴൊതുങ്ങാതെ ജീവിക്കുന്ന ആളുകൾ. അതിന്റെ ചട്ടക്കൂടിന് പുറത്തു കടന്നിട്ട് അക്രമം പ്രവർത്തിക്കാനുള്ള വാസനയെ ഇസ്ലാം ഒരിക്കലും തടയിടില്ല. ഇതേ സാധനം ഇപ്പൊ ഈ ചിന്തയൊക്കെ ഉള്ള ആൾക്ക് അള്ളാഹുവിനെ പേടിയുണ്ട് മാത്രം ഇത് തടയപ്പെടും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ശുദ്ധമായ അബദ്ധമാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഈ മതവും ഈ ഇതൊക്കെ പേടിപ്പിക്കലും ഇതൊക്കെ പ്രശ്നവൽക്കരിക്കലും അല്ലെങ്കിൽ ഈ കുട്ടികളെ ഈ ധാർമ്മികതയിൽ ഒതുക്കി നിർത്താനും കൊണ്ട് നടത്തുന്നതാണല്ലോ ഈ യത്തീംഖാനകളും അതേപോലെ തന്നെ ഈ പള്ളി ദർസുകളും മദ്രസകളൊക്കെ. ഇത് പഠിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട, ഈ ധാർമ്മികത പഠിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട രക്ഷിതാക്കളാലാണ്, ഈ മൂല്യന്മാരാലാണ് ഇവിടെ ഏറ്റവും കൊടിയ പീഡനം ചെറിയ കുട്ടികൾ ഇന്ന് ഒരുപോലെ അനുഭവിക്കുന്ന. നീ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ അത് ഈ നിയമവ്യവസ്ഥയ്ക്ക് കീഴിലേക്ക് കൊണ്ടുവരാതിരിക്കാനാണ് ഈ സമൂഹം എല്ലാ കാലത്തും ശ്രമിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയില്ലേ? അതിന്റെ കാരണം എന്താ? ഈ മതല്ലേ. ഒരു ഹദീസുണ്ട്. ഒരു അധർമ്മം പ്രവർത്തിക്കുന്ന ഒരാളെ കുറിച്ച് ഒരു സഹാബി വേറെ സഹാബിനോട് പറഞ്ഞു. അപ്പൊ അയാളോട് പറഞ്ഞു, നീ അയാളെ ഉപദേശിക്കേ. അപ്പൊ ഞാൻ കുറെ ആയി പറയണു, കേൾക്കുന്നില്ല. ഞാൻ ഇനി ഇത് ഭരണാധികാരിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പോവാണെന്ന് പറഞ്ഞപ്പോ ഇയാളെ ഉപദേശിക്കണം. ഒരു സഹാബി മറ്റേ സഹാബിനെ ഉപദേശിക്കണം. നബി പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് ഒരുത്തൻ വൃത്തികേട് കാണിക്കുമ്പോ അവൻ മുസ്ലിമായ സഹോദരനാണെങ്കിൽ അത് മൂടി വെക്കൽ മറ്റൊരു മുസ്ലിമായ സഹോദരന്റെ ബാധ്യതയാണെന്നാണ് ഈ പറയണത്. അതുകൊണ്ട് മതം കൊണ്ട് തിന്മകൾക്ക് ഒത്താശ ചെയ്യാനുള്ള സാമൂഹ്യ ക്രമം ഉണ്ടാവുകയാണ് ചെയ്യാം. ഇനി മതം ഇല്ലാതായത് കൊണ്ട് ഒരാള് മതം ഉള്ളവനായാലും ഇല്ലാത്തവനായാലും ഒരു മനുഷ്യനെ ഭൗതികപരമായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളിപ്പോ ജീവിക്കുന്ന കാലഘട്ടത്തില് ഒരു അക്രമിയെ കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് കഴിയുള്ളൂ. ഇവിടെ ജീവിക്കുന്ന കാലത്തോളം ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്, ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്, ആ നാട്ടിലെ ഭൗതിക നിയമങ്ങൾ കൊണ്ട് മാത്രമാണ് അക്രമങ്ങളിൽ നിന്ന് ആളുകളെ തടയാനോ പേടിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഇല്ല, അത് ഇല്ലാന്ന് ഞാൻ തെളിവ് സഹിതം പറഞ്ഞുതരാം. തെളിവ് പറഞ്ഞുതരാം. അതിന് നിങ്ങൾക്ക് തെളിവ് തരാം. നമുക്ക് എല്ലാത്തിനും തെളിവുകളുണ്ടല്ലോ. ഇപ്പോ ഇന്ത്യൻ നിയമവ്യവസ്ഥയില് കൊലപാതകം തെറ്റാണ്, മോഷണം തെറ്റാണ്, മയക്കുമരുന്ന് അതിന്റെ ഉപയോഗം, കച്ചവടം, ഇതൊക്കെ ശിക്ഷ ലഭിക്കുന്ന ക്രിമിനൽ കുറ്റമാണ്. ഈ ക്രിമിനൽ കുറ്റത്തിൽ
ജനസംഖ്യാനുപാതികമായിട്ട് മുസ്ലിങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ ഇല്ലേ? ഇല്ലേ? മയക്കുമരുന്നിന്റെ കേസിൽ ജനസംഖ്യാനുപാതികമായിട്ടല്ല, അതിന്റെ മോൾക്ക് ഉണ്ടെന്ന് എന്റെ വിലയിരുത്തൽ. ഇല്ലേ? അപ്പൊ ഇവിടെ ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ആളുകൾ ഏർപ്പെടുന്നത് അള്ളാഹുവിനെ പേടിച്ചിട്ടാവാനുള്ള പ്രോബബിലിറ്റി തീരെയില്ല. ഇനി ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ഇനി പറഞ്ഞുതരാം ഇല്ലാന്നാണ് ഈ പറഞ്ഞത്. ഇനി തെളിവ് തരാം. എന്തുകൊണ്ടാ തെളിവ് തരാം? ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുവദിക്കുന്നതും ഇസ്ലാം നിഷിദ്ധമാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്ത മുസ്ലിങ്ങളുടെ എണ്ണം എത്ര ഉണ്ടാവും? ഇന്ത്യയിൽ അനുവദനീയമാണ്, ഇസ്ലാമിൽ ഹറാമാണ്. ഉദാഹരണം പറഞ്ഞുതരാം. പലിശ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. കാരണം കള്ളൂടിനേക്കാളും മാരകമായിട്ടുള്ള തെറ്റായിട്ട് ഇസ്ലാം എണ്ണിയിട്ടുള്ള സാധനമാണ് പലിശ. സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് സമാനത പറഞ്ഞത്. പലിശ ഇസ്ലാം കണിശമായി വിലക്കിയതുപോലെ പലിശയിൽ നിന്ന് പൂർണ്ണമായിട്ടും അവഗണിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകളുടെ എണ്ണം എത്ര ശതമാനം ഉണ്ടാവും? 1%? 1%? അപ്പൊ ഇതിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് ഇന്ത്യൻ ക്രിമിനൽ കുറ്റകൃത്യത്തിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട്, ക്രിമിനൽ കുറ്റമായിട്ട് ഇന്ത്യ കണക്കാക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്ന, രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ പിടികൂടുന്നവർ ജനസംഖ്യാനുപാതികമായിട്ടോ അതിൽ കൂടുതലോ മുസ്ലിം സൊസൈറ്റിയിൽ നിന്നുള്ള ആളുകൾ ക്രിമിനൽ കുറ്റത്തിൽ ഏർപ്പെടുന്നുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് മതം വിലക്കി എന്നാൽ നമുക്ക് നിയമവ്യവസ്ഥ അനുവദിക്കുന്നതായിട്ടുള്ള പലിശ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾ ഒരു 5% പോലും വരുന്നുമില്ല. ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? മതത്തിന്റെ സ്വാധീനമല്ല. ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ എല്ലാ കാലത്തും പേടിക്കുന്നതും അനുസരിക്കുന്നതും ഈ നാടിന്റെ ഭൗതികമായിട്ടുള്ള വ്യവസ്ഥിതിയെയാണ്, നിയമവ്യവസ്ഥയാണ്, ഇവിടുത്തെ സാമൂഹ്യ ക്രമത്തെയാണ്. ഞങ്ങൾക്ക് ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. അള്ളാഹ് ഹലാലാക്കിയതാണല്ലോ 2ാം കെട്ട്. 2ാം കെട്ട് ഒരു മഹാസംഭവം, ഒരു നല്ലൊരു കാര്യമായിട്ടോ ഒരു കുഴപ്പമുള്ള കാര്യമായിട്ടല്ലാതെ കാണുന്ന എത്ര. ഹലോ എനിക്ക് തോന്നി ഞാൻ വേറൊരു എക്സാമ്പിളും കൂടി പറയാന്ന് വിചാരിച്ചില്ല. അതായത് വേറെ എക്സാമ്പിൾ പറഞ്ഞ സിമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു കാര്യം, നമുക്കിപ്പോ ഈ ബഹുഭാര്യത്വം ഇസ്ലാമിലെ ഹലാലാണല്ലോ, അള്ളാഹ് അനുവദിച്ചു കൊടുത്താണല്ലോ. ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും വിശിഷ്യ സ്ത്രീകളും പെൺകുട്ടികളുള്ളപ്പാരും ഇതിനോട് ഒരു മോശം കാര്യമായിട്ടല്ലേ കാണുന്നത്? പെങ്ങളെ കല്യാണം കഴിച്ച ഒരാളുണ്ടെന്ന് സങ്കല്പിക്കാം. സങ്കല്പാണ്, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അങ്ങനെ സങ്കല്പമായിട്ട് കൂട്ടിയാൽ മതി. അളിയൻ വേറൊരു പെണ്ണിട്ടാണ് എന്ന് പറഞ്ഞിട്ട് പെങ്ങൾ ഇങ്ങനത്തെ പരാതി വന്നാൽ നിങ്ങൾക്ക് വിഷമാവോ? എന്തിന്? അപ്പൊ അതാണ്. അപ്പൊ ഈ മനുഷ്യന്റെ ധാർമ്മികത, സദാചാരം, ഞാൻ പറയട്ടെ, അപ്പൊ ഇതൊന്നും മതമല്ല നിശ്ചയിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തെയും സദാചാര മൂല്യങ്ങളെയും അല്ലെങ്കിൽ ചില എന്താ പറയാ ധാർമ്മിക മൂല്യങ്ങളെയും ഒക്കെ ആ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു മതം ഏറ്റെടുക്കുകയും ആ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട മതം, ഞാൻ പറയട്ടെ, ഒരു മതം രൂപീകരിക്കപ്പെടുന്നത് പുതിയ സെറ്റ് ഓഫ് മൂല്യങ്ങൾ പഠിപ്പിച്ചിട്ടല്ല, ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നതിനെ സ്വായത്തമാക്കിയിട്ടാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാരാ, അനാഥയെ സംരക്ഷിക്കണം എന്നത് വലിയ ഇസ്ലാമിക അധ്യാപനമായിട്ട് നിങ്ങൾ പറയണ്ടല്ലോ. അതിനു മുൻപേ അറബികൾക്കിടയിൽ നിങ്ങൾ ജാഹിലിയ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആ മനുഷ്യർക്കിടയില് മുഹമ്മദ് നബിയുടെ ഇസ്ലാമൊക്കെ വരുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന രീതിയാണ് അനാഥകളെ സംരക്ഷിക്കൽ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടോന്ന്? അങ്ങനെ സംരക്ഷിക്കുന്ന ഒരു സംസ്കാരം അവർക്കില്ലെങ്കിൽ മുഹമ്മദ് നബി വളരുവോ? ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഇസ്ലാം പുതിയതായിട്ട് ഒരു നന്മയും പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം പുതിയതായിട്ട് ഒരു നന്മയും പഠിപ്പിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചിലതിനെ മോശമാക്കി, ചിലതിനെ പരിഷ്കരിച്ചു,
ചിലതില് പിന്നെ ചില മാറ്റിത്തിരുത്തലുകൾ വരുത്തി. ഇസ്ലാമിലുള്ള വിവാഹ ജീവിത രീതികളെക്കാളും സുരക്ഷിതമായിട്ടുള്ള വൈവാഹിക സിസ്റ്റം നിലവിലുണ്ടായിരുന്നു മക്കയില് സ്ത്രീകളെ സംബന്ധിച്ച്. മനസ്സിലായി? സ്ത്രീകളെ ഈ രീതിയിൽ അടിമകളെ പോലെ ആക്കിയത് ഇസ്ലാമാണ്. അതായത് എത്രത്തോളം എന്ന് വെച്ചാല് ദൈവത്തിന് മുമ്പിൽ ചെയ്യേണ്ട സുജൂദ് ദൈവമല്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ കൽപ്പിക്കുകയായിരുന്നെങ്കിൽ അത് നിങ്ങളെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് നബി പറഞ്ഞ ഹദീസുള്ളതായിട്ട് വിശ്വാസികൾ വിശ്വസിക്കുന്നില്ലേ? അതൊരു സ്ത്രീക്ക് തന്റെ ഭർത്താവിനെ അവരോടുള്ള വിധേയത്വം എത്രമേൽ ഊട്ടി ഉറപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? മതം രൂപീകരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്തേക്ക് മതത്തിന്റെ പേരിൽ കൂട്ടിച്ചേർത്തു. അതിലുണ്ടായിരുന്ന കുറെ നന്മകളെ അത് തിന്മകളാക്കി മാറ്റി. ചില കാര്യങ്ങള് ഹലാലായതിനെ ഹറാമാക്കി. അതിനൊക്കെ പൊളിറ്റിക്കലായിട്ടും വ്യക്തിപരമായിട്ടും മുഹമ്മദ് നബിക്ക് കാരണങ്ങളുണ്ട്. ഇപ്പൊ ഇൻക്ലൂഡിങ് പലിശ ഉൾപ്പെടെ മുഹമ്മദ് നബി നിരോധിക്കുന്നതിന് മുഹമ്മദ് നബിക്ക് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാല് ഈ മതം അന്നത്തെ മതം അതേപോലെ അതാണ് എല്ലാ മൂല്യങ്ങളുടെയും ആകത്തുക എന്നും അതാണ് സർവ്വകാലത്തേക്കുള്ള സനാതനമായിട്ട് നിൽക്കേണ്ടത് എന്നും പറയുന്നത് തെറ്റായ ആശയമാണ് എന്ന് പറയലാണ് മതവിമർശനം. ഇന്നത്തെ മനുഷ്യർ ജീവിക്കുന്നത് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്നത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന മതമൂല്യം എന്ന് പറയുന്നത് അതൊരു സങ്കല്പാണ്. അവർ ജീവിക്കുന്നത്, അവർ പിന്തുടരുന്നത്, അവര് അനുസരിക്കുന്ന നിയമം എന്നൊക്കെ പറയുന്നത് ഈ നാട്ടിലെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള വ്യവസ്ഥിതിയും ഇവിടുത്തെ നിയമങ്ങളാണ്. അതിനെയാണ് അവർ ബഹുമാനിക്കുന്നത്, അതിനെയാണ് അവർ ഭയപ്പെടുന്നത്. അതല്ലാതെ ചെയ്യുന്നവരുടെ ശതമാനം 5% താഴെയാണ്. അതേ 5%, 5-6% അല്ലെങ്കിൽ 10% തീവ്ര വിശ്വാസത്തിലേക്ക് പോകുന്നവരും അതിൽ എക്സ്ട്രീമായിട്ട് പോകുന്നവരും ആയുധം കയ്യിലെടുക്കുന്നവരും ജിഹാദിന് ഇറങ്ങുന്നവരും ഉണ്ടാവും. അപ്പൊ ഇത് നമ്മളൊരു പൊതു ജനസാമാന്യത്തെ എടുത്തു കഴിഞ്ഞാൽ ഈ മതം ആണ് അവർ ആചരിക്കുന്നതെന്ന് അവർ വെറുതെ വിചാരിക്കുന്നതാണ്. അതുകൊണ്ടാണ് കള്ളു കുടിക്കുന്നവരിൽ മുസ്ലിങ്ങളുടെ ശതമാനത്തിന് ഒരു കുറവില്ലാത്തത്. അതുകൊണ്ടാണ് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നതിൽ മുസ്ലിങ്ങളുടെ ശതമാനത്തിന്റെ കണക്ക് കൂടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളെ രാജ്യം തെറ്റാണെന്ന് കാണുകയും അല്ലെങ്കിൽ നിയമപരമായിട്ട് കുറ്റകരമായിട്ട് കാണുന്ന ക്രിമിനൽ പ്രവർത്തനമായിട്ട് കാണുന്ന ദേശവിരുദ്ധ പ്രവർത്തനമായിട്ട് കാണുന്നതാണ് ഹവാല പണമിടപാട്, സ്വർണം കള്ളക്കടത്ത്. ഇത് ചെയ്യുന്നവരില് വലിയ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. നിങ്ങൾ നമ്മളിവിടുത്തെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒക്കെ കണക്കെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയോ? അത് ഇസ്ലാമിൽ ഹലാലല്ലേ? അപ്പൊ അവനവന് വേണ്ടോടത്ത് ഇത് ഉപയോഗിക്കുകയും ചെയ്യും, സമൂഹത്തിനെ പേടിച്ചിട്ട് മാറി നിൽക്കുകയും ചെയ്യും. ഇത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. അല്ലാതെ ഇപ്പൊ നമ്മളെ നാട്ടില് പ്രസവം നിർത്തല് തെറ്റല്ലേ ഇസ്ലാമില്? ഒരുപാട് മക്കൾ ഉണ്ടാക്കൽ കല്യാണത്തിന്റെ ലക്ഷ്യമായിട്ട്, ഒരുപാട് മക്കളെ ഉത്പാദിപ്പിക്കൽ കല്യാണത്തിന്റെ ലക്ഷ്യമായിട്ട് മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുത്താണ്. നമ്മളെ നാട്ടിലെ യുവാക്കൾക്ക് നമ്മളെ നാട്ടിലുള്ള പൊതു സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു സാമൂഹ്യ ബോധത്തിന്റെ ആ അർത്ഥത്തിലല്ലേ അവര് നോർമലായിട്ട് കാണുന്നത്? അതിനപ്പുറത്തേക്കുള്ളത് അവർക്ക് തന്നെ നാണക്കേടായിട്ട് അവർക്ക് തോന്നുന്നില്ലേ? കാലഘട്ടം മാറും, മനുഷ്യന്മാര് മാറും. അതാണ്. അപ്പൊ ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് മതത്തിന്റെ സ്വാധീനം ദുസ്വാധീനമായിട്ടേ ഉണ്ടാവുള്ളൂ. പോസിറ്റീവായിട്ടുള്ള സ്വാധീനത്തിന് മതത്തിന്റെ ആവശ്യമേ ഇല്ല. അത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് അവർ വളരും, അവർ ജീവിക്കും. അവരെ തടയാൻ പല കാര്യങ്ങൾ, പല ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഈ പറയുന്ന 5% 8% വരുന്ന മുസ്ലിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ മതം മൂല്യത്തിന്റെ അടിസ്ഥാനമാക്കുന്നവർ പലപ്പോഴും നാടിനും സമൂഹത്തിനും ഭീഷണിയായി മാറും ചെയ്യും. ഇതാണ് ഇതിന്റെ ഫാക്ട്. ബാക്കിയുള്ളവർ ഇപ്പൊ നിസ്കരിച്ചാലും നിസ്കരിച്ചില്ലെങ്കിലും ഒക്കെ കണക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് മതവിമർശനം എന്ന് പറയുന്നത് മറ്റേതൊരു സാമൂഹ്യ പ്രവർത്തനം പോലെയും വളരെ പ്രധാനമുള്ളതാണ്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളെ വിമർശനങ്ങൾ, എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾ? എന്തിനാണ് BJP-നെ കോൺഗ്രസിനെ കമ്മ്യൂണിസ്റ്റും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? അത് അവരുടെ കാഴ്ചപ്പാടുകളാണ്, അവരുടെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ പറയാണ്. അത് കേൾക്കുന്നവർ കേൾക്കും. അപ്പോ അവർക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ കോൺഗ്രസ് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് അത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞൂടെ? അതിന്റെ കാര്യമില്ല. നമ്മൾക്ക് ഒരു ആശയത്തില്
തെറ്റാണ് എന്ന് തോന്നുന്ന പ്രവണതകൾ കാണുമ്പോൾ അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് ഭരണഘടനാദത്തമാണ്. അത് മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് മതത്തെ വിമർശിക്കാനുള്ള അവകാശം. അതുകൊണ്ട് മതം വിമർശിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് എന്നാ ഇനി പിന്നെ തോന്നിയ പോലെ ജീവിക്കാം എന്നൊക്കെ വിചാരിക്കുമെന്ന് പറയുന്നത് മൗലവിമാര് പറഞ്ഞുണ്ടാക്കുന്ന വലിയ നോണ മാത്രമാണ്. ഇപ്പൊ ഞാൻ മതം വിട്ടിട്ട് ഏകദേശം 10 കൊല്ലായി. എന്റെ വിശ്വാസം പൂർണ്ണമായിട്ട് പോയിട്ട്. നമുക്ക് അതിലുണ്ടാവുന്ന ആകെ വ്യത്യാസം കുറച്ചുകൂടി നമുക്ക് അനാവശ്യമായിട്ടുള്ള പേടികൾ ഒഴിവായി കിട്ടും. വളരെ മോശമായിട്ടുള്ള മാനസികാവസ്ഥയിൽ എത്തിക്കുന്ന തരം പേടികളുണ്ട് ഇസ്ലാമില്. ആ വിശ്വാസം കാരണം നമുക്ക് അങ്ങ് ഉണ്ടാവുന്ന അത്തരം അനാവശ്യമായിട്ടുള്ള ഭയങ്ങളിൽ നിന്നുള്ള മുക്തി, മനസ്സമാധാനം എല്ലാ മനുഷ്യരെയും നമുക്ക് ഒരേപോലെ കാണാൻ പറ്റും. എല്ലാ മനുഷ്യരെയും. മതത്തിന്റെ ഫിൽട്ടർ നമ്മളുടെ സാമൂഹ്യ ബോധത്തിൽ നിന്ന്, നമ്മളെ കാഴ്ചപ്പാടുകളിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ആക്ച്വലി മതം വിടുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം. അല്ല തോന്നിയ പോലെ ജീവിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യമല്ല. അത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാകണമെങ്കിൽ ഈ മതം ഉപേക്ഷിക്കണം. മതത്തിൽ വിശ്വാസിയായിരുന്നപ്പോ പിന്നെ കള്ളുടിക്കാതെ മതം വിട്ടതിന്റെ പേരിൽ കള്ളുടി തുടങ്ങിയ ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇന്നുവരെ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോ അതേ സമയത്ത് പള്ളിയുടെ ഉസ്താദിന്റെ റൂമിൽ നിന്ന് കള്ളും കുപ്പി പിടിച്ചിട്ട് കച്ചറുണ്ടാക്കിയ വീഡിയോ ഞാൻ കണ്ടിന്യൂ അടുത്ത കൊല്ലത്ത്. സ്വർണം കടത്തിയിട്ട് പോലീസ് പിടിച്ച ഉസ്താദ്മാരും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും എന്തല്ല, ഇതൊക്കെ നമ്മൾ എന്താ പറയാ തെറ്റായ ചില നിഗമനങ്ങളാണ്, ചില കാഴ്ചപ്പാടുകളാണ്. അതിന് ഫാക്ച്വലായിട്ട് വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ആലോചിക്കും. നമുക്ക് പിന്നെ സംസാരിക്കപ്പോഴെങ്കിലും. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശരി, താങ്ക് യു.